രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങളുമായിട്ട്. രാഹുൽ, എന്താണ് ഉണ്ടായതെന്ന് ഇനിയും വ്യക്തമാകാത്ത ഒരു ദുരന്തമാണ്. ഒരു രാത്രി പുലർന്നപ്പോൾ 3 ഗ്രാമങ്ങൾ ഇല്ലാതായി പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു തെളിവും അവശേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിനിടയിലാണ് ഈ CCTV ദൃശ്യം പുറത്തു വരുന്നത്. എവിടെയുള്ളതാണ്? പക്ഷേ അങ്ങനെ തന്നെയാണ്. ആ ഭയാനക രാത്രി എങ്ങനെയായിരുന്നു എന്നതിൻ്റെ നേർചിത്രമാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഉരുൾപൊട്ടലിൽ ഈ പള്ളി പൂർണ്ണമായും തന്നെ തകർന്നു. അവിടെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ആ പള്ളിയിലെ ഹാർഡ് ഡിസ്കിൽ നിന്ന് വീണ്ടെടുത്ത ദൃശ്യങ്ങളാണ്. അതിതീവ്ര മഴയാണ് ഇവിടെ പെയ്തത്, ദുരന്തഭൂമിയിൽ പെയ്തത്. അതായത് 200 മില്ലിമീറ്ററിന് മുകളിൽ തന്നെ മഴ പെയ്താൽ വയനാടിലെ പല സ്ഥലങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണി സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ചൂരൽമലയിൽ 570 മില്ലിമീറ്റർ മഴയാണ് 2 ദിവസം കൊണ്ട് പെയ്തത് എന്നതാണ്. അതായത് അപകടം ഉണ്ടാകാൻ സാധ്യത 200 മില്ലിമീറ്ററിൽ തന്നെയുണ്ട്. അതിൻ്റെ ഇരട്ടി മഴ മേഖലയിൽ പെയ്തു എന്ന് തന്നെയാണ്. അത് കൃത്യമായി ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുമുണ്ട് എന്ന് തന്നെയാണ്. അതായത് മലമുകളിൽ നിന്ന് ഉരുൾ പൊട്ടി ഒഴുകി വന്നു. ഈ മേഖല ഒന്നടങ്കം തന്നെ തുടച്ചു നീക്കിയാണ് ഉണ്ടായത്. 570 മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് തന്നെയാണ്. ഭൗമശാസ്ത്ര സംഘം ഇതിനകം തന്നെ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ അതുപോലെ പുഞ്ചിരിമട്ടം ഇനി വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. കുറച്ച് വീടുകൾ മാത്രം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ആ മേഖല വാസയോഗ്യമല്ല, അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലം തന്നെയാണ് എന്നൊരു വിലയിരുത്തലിലേക്കാണ് വന്നിട്ടുള്ളത്. അവരെല്ലാം തന്നെ അവിടുന്ന് പുനരധിവസിപ്പിക്കേണ്ട അവസ്ഥ തന്നെയാണ് പൂർണ്ണമായും തന്നെ നിലനിൽക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് നമുക്ക് എത്ര തീവ്രമായ മഴയാണ് അവിടെ പെയ്തതെന്ന് തന്നെയാണ്. മുണ്ടക്കൈ തകർന്ന പള്ളിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ഏതായാലും ലഭ്യമായിട്ടുള്ളതും. ഇപ്പോൾ ചുരൽമലയിൽ മുണ്ടക്കയിലും NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 119 പേരെയാണ് ഇപ്പോഴും കണ്ടെത്താനായിട്ട് ഉള്ളത്. അവർ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഏതായാലും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 9 DNA പരിശോധനാ ഫലങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണ് ഇനിയിപ്പോഴും കണ്ടെത്താനുള്ള ആളുകളുടെ പുതിയൊരു പട്ടിക സർക്കാർ പുറത്ത് വിട്ടിട്ട് ഉള്ളതും. ഒപ്പം തന്നെ ഈ നാടിനെ അല്പമെങ്കിലും വീണ്ടെടുക്കാനുള്ള പ്രവൃത്തികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കടകളൊക്കെ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയായ കടകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.